GCC വാറ്റിൻ്റെ ബേസിക് മുതൽ വിശദമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് GCC വാറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GCC വാറ്റ് എന്താണെന്ന് പറയുന്നതിന് മുൻപായി എന്താണ് GCC എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6 അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് GCC അഥവാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ട്രേഡ്, ഫിനാൻസ്, കസ്റ്റംസ്, ടൂറിസം തുടങ്ങിയ എല്ലാ മേഖലയിലും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി കൊണ്ടുവരുന്നതിനാണ് 1981 ഇത് രൂപീകരിച്ചത്. ഇതുകൂടാതെ കോമൺ മാർക്കറ്റ്, കോമൺ കറൻസി, സെൻട്രൽ ബാങ്ക് ഇതൊക്കെയായിരുന്നു ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ തുടങ്ങിയ സമയത്ത് മെയിൻ ഒബ്ജക്റ്റീവ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവയാണ് ഈ പറഞ്ഞ 6 GCC കൺട്രീസ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ രാജ്യങ്ങളുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും നാഷണൽ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സപ്ലൈ ചെയ്ത് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ആണ്. എന്നാൽ ക്രൂഡ് ഓയിൽ വിലയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഈ പറയുന്ന കൺട്രീസിൻ്റെ റവന്യൂ ജനറേഷനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് വാറ്, പാൻഡമിക് പോലെയുള്ള സാഹചര്യങ്ങളിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഡിക്ലൈൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു റവന്യൂ സോഴ്സ് എന്ന നിലയ്ക്ക് വാല്യൂ ആഡഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ 6 GCC കൺട്രീസിൽ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ എന്നീ 4 രാജ്യങ്ങളാണ് നിലവിൽ വാറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 GCC രാജ്യങ്ങളിലും വാറ്റ് നടപ്പിലാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ വാറ്റ് എന്ന് പറയുന്നത് എന്ത് തരം ടാക്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും 2 തരത്തിലാണ് പബ്ലിക്കിൽ നിന്നും ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റായും മറ്റൊന്ന് ഇൻഡയറക്റ്റായും. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ജനങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നേരിട്ടടയ്ക്കുന്ന ടാക്സാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയോ സ്ഥാപനമോ അവരുടെ വരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സാണിത്. നമുക്ക് രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഉദാഹരണം എടുക്കാം. രാഹുലിന് ഒരു വർഷം 10 ലക്ഷം രൂപയാണ് സാലറിയായി കിട്ടുന്നത്. അതിനു പുറമെ 12 ലക്ഷം രൂപ റെൻ്റൽ ഇൻകമായിട്ട് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ ടാക്സ് അടയ്ക്കണം. ഇവിടെ രാഹുൽ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, ഉദാഹരണത്തിന് 10% ഇൻകം ടാക്സായി ഗവൺമെൻറ്റിലേക്ക് നൽകുന്നു. ടാക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ രാഹുലിൻ്റെ ഡയറക്റ്റ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ മന്ത്ലി സാലറി രാഹുലിൻ്റെ കാണിച്ചിരിക്കുന്നത് 85,000 ആണ്. അപ്പോൾ നമ്മൾ ഇയർലി അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് =85,000 × 12 നോക്കുമ്പോൾ 10,20,000 ആണ് ഇയർലി സാലറി വരുന്നത്. അതേപോലെ റെൻ്റൽ ഇൻകം രാഹുലിന് കിട്ടുന്നത് മന്ത്ലി 1 lakh ആണ്. അപ്പോൾ അത് ഇയർലി കാണാനായിട്ട് ×12 നോക്കുമ്പോൾ 12 lakh വരും. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മന്ത്ലി ടോട്ടൽ ഇൻകം, സാലറിയും റെൻ്റൽ ഇൻകം കൂടെ ചേർത്ത് 1,85,000 ആണ് രാഹുലിൻ്റെ ടോട്ടൽ മന്ത്ലി ഇൻകം കാണിക്കുന്നത്. അതേപോലെ ഇയർലി ഇൻകം എന്ന് പറയുന്നത് 22,20,000 ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ ഇൻകത്തിൻ്റെ 12 lakh വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, നില്ലാണ് ഇവിടെ. അതിനുശേഷം 12 lakhന് മുകളിൽ വരുന്ന എമൗണ്ടിനാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് 10% അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഇയർലി ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മൾ 12 lakh എക്സംഷൻ ചെയ്യണം, അല്ലെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടും =22 lakh മൈനസ് 12 lakh. അപ്പോൾ ഇവിടെ 10,20,000 ആണ് ടാക്സബിൾ ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% ടാക്സ് പേയബിൾ 1,02,000 ആണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾ വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുൻപ് പറഞ്ഞ രാഹുലിൻ്റെ ഉദാഹരണം തന്നെ നോക്കാം. അപ്പോൾ നേരെ മറിച്ച് രാഹുൽ ഒരു കടയിൽ പോയി മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിന് കൊടുക്കുന്ന ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം അത് കച്ചവടക്കാരൻ വഴി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്. സിമ്പിളായി പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു സർവീസ് ഉപയോഗിക്കുമ്പോഴോ നമ്മൾ നൽകുന്ന നികുതിയാണിത്. ഇവിടെ നികുതി അടയ്ക്കേണ്ട ബാധ്യത നമ്മളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുൻപ് പറഞ്ഞ രാഹുലിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് അതിനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഒയാസിസ് മൊബൈൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 4,000 ദിർഹമാണ്. അതിൻ്റെ 5% വാറ്റ് എന്ന് പറയുന്നത് 200 ദിർഹംസ് ആണ്. അപ്പോൾ ടോട്ടൽ 4,200 ദിർഹംസ് ആണ് ഒയാസിസ് മൊബൈൽസിന് രാഹുൽ പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒയാസിസ് മൊബൈൽസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒയാസിസ് മൊബൈൽസിൻ്റെ സെയിൽസ് ആണ് 4,000 rupees. അതേപോലെ തന്നെ 200 ദിർഹം
ടാക്സും കൂടി ചേർത്ത് 4200 ദിർഹമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, ഒയാസിസ് മൊബൈൽസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒയാസിസ് മൊബൈൽസിന് കിട്ടിയ ഈ 4000 ദിർഹം ഒയാസിസ് മൊബൈൽസ് എടുക്കുകയും 200 ദിർഹംസ് ഒയാസിസ് മൊബൈൽസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും, 200 ദിർഹംസ് രാഹുൽ ഒയാസിസ് മൊബൈൽസിന് കൊടുക്കുന്നു, ആ കിട്ടിയ 200 ദിർഹംസ് ഒയാസിസ് മൊബൈൽസ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന ടാക്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മേൽ ചുമത്തുന്ന ടാക്സ് ആണ്. ഇവിടെ GCC വാറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുമ്പോൾ അതിൻ്റെ വിലയുടെ മുകളിൽ ചുമത്തിയിരിക്കുന്ന ടാക്സ് ആണ് വാറ്റ്. ഇനി വാറ്റ് കുറച്ചുകൂടി വിശദമായി നമുക്ക് നോക്കാം. വാറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് വാറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. ഇതിനായി നമുക്കൊരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ എക്സാമ്പിൾ എടുക്കാം. സപ്ലയർ കോട്ടൺ 100 രൂപയ്ക്ക് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിന് വിൽക്കുന്നു. ഇവിടെ 5% വാറ്റ് പ്രകാരം 5 രൂപ നികുതിയായി ചേർക്കുന്നു. സപ്ലയർ ഈ 5 രൂപ സർക്കാരിലേക്ക് നികുതിയായി അടയ്ക്കുന്നു. ഇനി ടെക്സ്റ്റൈൽ മാനുഫാക്ചറർ ഈ കോട്ടൺ ഫാബ്രിക്കായി മാറ്റിയതിന് ശേഷം 200 രൂപയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറിന് വിൽക്കുന്നു. ഇവിടെ ടാക്സ് 10 രൂപയാണ്. എന്നാൽ മാനുഫാക്ചറർ നേരത്തെ സപ്ലയറിന് 5 രൂപ നികുതി നൽകിയതിനാൽ ഇനി ബാക്കി 5 രൂപ മാത്രമേ ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടതുള്ളൂ. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ഇത് 300 രൂപയ്ക്ക് റീറ്റെയിലറിന് വിൽക്കുന്നു. ഇവിടെ ടാക്സ് 15 രൂപ വരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ മുൻപ് 10 രൂപ നികുതി നൽകിയതിനാൽ ബാക്കി 5 രൂപ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. ഇനി റീറ്റെയിലർ ഈ പ്രോഡക്റ്റ് 400 രൂപയ്ക്ക് എൻ കൺസ്യൂമറിന് വിൽക്കുന്നു. ഇവിടെ ടാക്സ് 20 രൂപയാണ്. എന്നാൽ റീറ്റെയിലർ മുൻപ് 15 രൂപ ടാക്സ് നൽകിയതിനാൽ ബാക്കി 5 രൂപ ഗവൺമെൻറ്റിലേക്ക് നൽകുന്നു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അവസാനം പ്രോഡക്റ്റ് വാങ്ങുന്ന എൻ കൺസ്യൂമറാണ് പൂർണ്ണമായും ടാക്സ് നൽകുന്നത്. ചുരുക്കത്തിൽ ഓരോ ഘട്ടത്തിലും പ്രോഡക്റ്റിന് വരുന്ന വാല്യൂ അഡീഷൻ അനുസരിച്ചാണ് ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. GCC വാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്